ഗസക്കാർ രാജ്യം വിട്ടു പോകണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സയണിസത്തിന്റെ ഒരു സ്വപ്നവും പൂവണിയാൻ പോകുന്നില്ലെന്ന് ഫലസ്തീന്റെ മറുപടി. വലിയ രീതിയിലുള്ള അങ്കക്കുറിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫലസ്തീനും അമേരിക്കയുമായിട്ട് നടക്കുന്നത്. ഇസ്രായേൽ ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത് അതേ ഭാഷാപ്രയോഗം നടത്തിയിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഫലസ്തീനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ട്രംപ് പറയുന്നു, ഈജിപ്തിനോടും ജോർദാനോടുമാണ് പറഞ്ഞത്, ഗസക്കാരെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇവിടെ പുരോഗമനപരമായിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പുനർനിർമ്മിതി ഉണ്ടാക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഫലസ്തീന്റെ അതിർത്തി പങ്കിടുന്ന ജോർദാനും അതോടൊപ്പം തന്നെ ഈജിപ്തും ഗസക്കാരെ ഏറ്റെടുക്കണം. ഗസക്കാരെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞതോടുകൂടി തന്നെ വളരെ ശക്തമായ രീതിയിൽ ജോർദാൻ അതിന് മറുപടി നൽകി. അവരുടെ ദേശത്ത് ആണ് അവർ ജീവിക്കേണ്ടത്, അത് അവരുടെ ദേശത്ത് തന്നെ ജീവിക്കേണ്ടവരാണ് അവർ ഏറ്റെടുക്കുകയില്ല. ഈജിപ്ത് സമാനമായിരിക്കുന്ന മറുപടി പല ഘട്ടത്തിലും പറഞ്ഞതാണ്. അതിന്റെ ആവർത്തനം എന്ന രീതിയിൽ അവർ വീണ്ടും അത് പറഞ്ഞു. ഫലസ്തീൻകാരുടെ ഭൂപ്രദേശം ഫലസ്തീനിലാണ്, അവർ ജീവിക്കേണ്ടത് അവിടെയാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അതല്ലാതെ അവരെ മറ്റൊരു ദേശത്തേക്ക് നാട് കടത്തുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. പല ഘട്ടങ്ങളിലും ജോർദാനും ഈജിപ്തൊന്നും അമേരിക്കക്കെതിരെ കയർത്ത് സംസാരിക്കുന്ന രീതി ഉണ്ടാവാറില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അതും പ്രകടമാണ്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ചെങ്കടലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് ഈജിപ്തിനോട് അമേരിക്ക ബൈഡന്റെ കാലത്ത് സഹായം ആവശ്യപ്പെട്ടതാണ്. ഈജിപ്ത് അതിന് കൃത്യമായ രീതിയിൽ തങ്ങൾ സഹായിക്കയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടാം ഘട്ടം ട്രംപിനാണ് അടിയേറ്റിരിക്കുന്നത്. ട്രംപാണ് ഈജിപ്തിനോട് പറഞ്ഞത് ഗസക്കാരെ ഏറ്റെടുക്കണമെന്നുള്ളത്. അവരും ആ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു. അനുവദിക്കുകയില്ലെന്ന് ജോർദാനും അംഗീകരിക്കുകയില്ലെന്ന് ഈജിപ്തും പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന നിലപാടിലേക്ക് ട്രംപ് മാറുന്നു. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ട്രംപ് പറഞ്ഞ കാര്യം, താൻ അധികാരമേൽക്കുന്നതിന് മുൻപ് യുദ്ധവിരാമങ്ങളും യുദ്ധാവസാനങ്ങളും ഉണ്ടാവും, ശാന്തമായിരിക്കുന്ന ഒരു ലോകത്ത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശം. ഒരു രാഷ്ട്രത്തിനും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനും അതിര് കടന്നുള്ള ഒരു സഹായം തങ്ങൾ നൽകുകയില്ല. അത് ഈ ഇസ്രായേലിനെയും ഉക്രൈനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. തങ്ങളുടെ ആയുധം കൊണ്ടും തങ്ങളുടെ സമ്പത്ത് കൊണ്ടും ഒരാളെയും യുദ്ധം ചെയ്യിപ്പിക്കുകയില്ല. യുദ്ധങ്ങൾ അവസാനിക്കേണ്ടതാണ്, അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കും. ഇതെല്ലാം പറഞ്ഞ് ഏറിയതിനു ശേഷം ഇപ്പൊ ട്രംപ് പറയുന്നു, ഇസ്രായേലിനെ തങ്ങൾ സൈനികമായ രീതിയിൽ സഹായിക്കും. അത് ഏത് തരത്തിലാണ് അവർക്ക് സഹായം, അത്രയും സഹായങ്ങൾ തങ്ങൾ ചെയ്തു കൊടുക്കുകയും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇസ്രായേലിന്റെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് ഇസ്രായേലിനെയും ലോകത്തിനെയും അറിയിക്കുകയും ചെയ്തു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യവസായിയാണ്. വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് രാജ്യത്തിലെ വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് മുൻപ് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണമാണ്. ഇപ്പോൾ ഗസയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഗസ മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശമാണ്, അതിനെ ഒന്നുകൂടി സുന്ദരമാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് ഗസ നിവാസികളെ കുറിച്ച് അതിൽ പരാമർശമില്ല എന്നുള്ളതാണ്. ഗസ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ രീതിയിൽ നിലപാട് പറയുമ്പോൾ 23 ലക്ഷത്തോളം ഗസ നിവാസികൾ എന്ത് ചെയ്യണമെന്നോ അവരുടെ ജീവൻ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ പരാമർശമേ ഇല്ല. അത് നിഷ്കളങ്കമായിരിക്കുന്ന ബിസിനസ് തന്ത്രമാണ്. ആർക്കും തിരിയാത്ത രീതിയിലൊക്കെ ബിസിനസ്സുകാർക്ക് ചില തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കും. ഓരോരോ പ്രദേശത്തേക്ക് വികസനം കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രദേശവാസികളെ പരിഗണിച്ചുകൊണ്ടും അവർക്ക് തങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് വലിയ സഹായങ്ങൾ നൽകിക്കൊണ്ടും അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളതും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങൾ ചെയ്യുക എന്നുള്ള സാധാരണ വ്യവസായികളും ബിസിനസ്സുകാരും ചെയ്യുന്നതാണ്. ആ തന്ത്രം തന്നെയാണ് യഥാർത്ഥ ട്രംപ് ഗസ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അത് മനോഹരമായിരിക്കുന്ന പ്രദേശമാണ്, നമ്മൾക്കത് മോടി കൂട്ടി സുന്ദരമാക്കേണ്ടത് ആവശ്യമാണ്. അതിനാണ് ഈ ഫലസ്തീന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിരിക്കുന്ന മറുപടി വന്നത്. സയണിസത്തിന്റെ ഒരു താല്പര്യങ്ങളും ഇവിടെ പൂവണിയാൻ പോകുന്നില്ല. തങ്ങൾ ജനിച്ച സ്ഥലത്ത് തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല. മുൻപേ അമേരിക്കയുടെ നയനിലപാടുകളൊക്കെ ഇസ്രായേലിന്റെ നിലപാടിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഫലസ്തീൻ. അത്
പലസ്തീനും ഇസ്രായേൽ തമ്മിൽ യുദ്ധം തുടങ്ങുന്ന 2023 ഒക്ടോബർ 7 യുദ്ധാരംഭത്തോടു കൂടി തന്നെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും സംവിധാനങ്ങളും വർഷങ്ങൾക്ക് മുൻപേ പാലസ്തീൻ നടത്തിയിട്ടുണ്ട്. ബങ്കറുകൾ ഒളിച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ സംവിധാനങ്ങളും ആയുധ ശേഖരങ്ങളും ഏത് തരത്തിലൊക്കെ യുദ്ധം ചെയ്യുമെന്നുള്ളതും അമേരിക്കയുടെ നിലപാടുകളും അതേപോലെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലിയുടെ ഒക്കെ നിലപാടുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ രാജ്യമാണ് പാലസ്തീൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാഷ്ട്രങ്ങൾ തങ്ങൾക്കെതിരെ സൈനികപരമായിരിക്കുന്ന ബലപ്രയോഗം നടത്തുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ പാലസ്തീനിലുള്ള അക്രമം ഒക്ടോബർ 7 ഉണ്ടാകുന്നത്. പ്രത്യാക്രമണവും പ്രതികരണങ്ങളും എത്രത്തോളം ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പലസ്തീന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഇപ്പോഴും പലസ്തീൻ തോൽക്കാതെ നിലനിൽക്കുന്നത്. ജയിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ മനസ്സിലാക്കാൻ വേണ്ടി പലസ്തീന് സാധിച്ചു എന്നുള്ളതാണ്. ഉക്രൈന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഈ വിഷയത്തോടനുബന്ധിച്ച് കൂട്ടി വായിക്കുന്ന ചില പരാമർശങ്ങൾ ചില മീഡിയകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, താൻ അധികാരത്തിൽ ഏറി 24 മണിക്കൂറിനിടയിൽ ഉക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കും. അതിനെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഏതൊക്കെ കരാർ വ്യവസ്ഥ പ്രകാരമാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്നതൊന്നും ട്രംപ് പറഞ്ഞിട്ടില്ലെങ്കിലും സൗഹൃദ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി, സൗഹൃദ ബന്ധം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപുമായി വലിയ രീതിയിൽ സൗഹൃദ ബന്ധമാണ്. ആ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ്. 24 മണിക്കൂർ കഴിഞ്ഞു, 6 ദിവസത്തോളം പിന്നിട്ടു, യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ചില മേഖലകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റഷ്യയുടെ സൈന്യം ഉക്രൈന്റെ ഭാഗത്തുനിന്ന് പിടിച്ചെടുത്തതായിരിക്കുന്ന ഒരു വിവരം പുറത്തു വന്നു. തലസ്ഥാന നഗരിയായിരിക്കുന്ന കാർഗീവിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് പിടിച്ചെടുത്തത് എന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇപ്പം നിലവിൽ ബൈഡന്റെ സമീപന രീതികൾ എന്താണോ ആ നിലപാടിലൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ ട്രംപ് പോയിക്കൊണ്ടിരിക്കുന്നത്. രഹസ്യമായ രീതിയിലും പരസ്യമായ രീതിയിലും ഉക്രൈനെ സഹായിക്കുക, ഉക്രൈന് വലിയ രീതിയിലുള്ള ആയുധ സംവിധാനങ്ങളും സഹായങ്ങളും നൽകുക, എന്നിട്ട് റഷ്യ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ബൈഡന്റെ ആ നിലപാടിന്റെ തുടർച്ചയല്ലാതെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും നിലവിൽ ബൈഡനും നിലവിൽ ട്രംപും അതോടൊപ്പം തന്നെ റഷ്യയുടെ പ്രസിഡന്റ് പുടിനും തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം പറയുന്നു, 2-3 കരാർ ഇതിന് ഇടയിലൂടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ തന്നെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയത്തിൽ പരിസമാപ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കരാർ വ്യവസ്ഥ ആദ്യമായിട്ടുണ്ടാക്കിയത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ 40ഓളം രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ സംഘടിച്ചുകൊണ്ടാണ് ആ വ്യവസ്ഥാപിതമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. റഷ്യയുടെ പ്രതിനിധി ആ പ്രധാനമായിരിക്കുന്ന മീറ്റിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതും, എന്നാൽ റഷ്യ തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന അതല്ലെങ്കിൽ സമാധാനപരമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ അംഗീകരിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് പിടിച്ചെടുത്ത ഭൂപ്രദേശം തങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തങ്ങൾ തൃപ്തരല്ല എന്ന് പറഞ്ഞതോടുകൂടി ആ കരാർ വ്യവസ്ഥ പാലിക്കാതെ പോയി, അല്ലെങ്കിൽ വിജയിക്കാതെ പോയി. ഉക്രൈൻ അത് പറഞ്ഞ മറുപടി, അവർ തങ്ങളുടെ ദേശത്തേക്ക് ഇരിച്ചു കയറിയതാണ്, അതുകൊണ്ട് അവർ വിട്ടുപോകേണ്ടതാണ്, തങ്ങൾ അവർക്ക് ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന് ഉക്രൈനും പറഞ്ഞു. അപ്പോൾ ബലാബലമുള്ള ഒരു നിലപാടിൻ്റെ ഇടയിൽ സൗദി അറേബ്യക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നീട് തുർക്കിയോടും ചൈനയോടും ഉക്രൈൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ലെങ്കിലും നിലപാടിൽ നിന്ന് അയവ് വരുത്താൻ വേണ്ടി 2 വിഭാഗം തയ്യാറാവാത്തടത്തോളം കാലം പ്രശ്നം അവസാനിക്കുകയില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കളം മാറ്റി ചവിട്ടിക്കൊണ്ട് യുദ്ധം നിലനിൽക്കൽ അനിവാര്യമാണ് എന്ന് മുമ്പ് ബൈഡൻ പറഞ്ഞ് അതേ സ്ഥിതിയിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ ഈ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യുദ്ധവിരാമത്തെക്കുറിച്ചല്ല, വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ പൂർണ്ണമായ രീതിയിൽ പാലിക്കപ്പെടാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ പാലിക്കുമോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്ന് പോലും യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാവുകയും അതോടൊപ്പം തന്നെ അത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പിന്തുണയാവുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ബൈഡനെ പോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.